Sing that shit. ആണ്. പാർട്ട് 1 കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ട് 1 എന്ന് കണ്ടിട്ട് വരാം. അതാകുമ്പോൾ ഇതിൽ ഞാൻ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള റിവിഷൻ ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ എടുത്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല പാർട്ട് 1ഉം കണ്ടതിന് ശേഷം വന്നാൽ ഇത് ഇച്ചിരിയും കൂടി ഈസി ആയിട്ട് തോന്നും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലംസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അരുണ ഹാസ് only 1 rupees and 2 rupee coins with her. എത്രയാ? rupees 1ന്റെയും rupees 2ന്റെയും ഉണ്ട്. If the total number of coins that she had is 50 rupees. ഇപ്പൊ ഇതിന്റെ എക്സും ഇതിന്റെ വൈയും ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ആണ് 50. അതായത് രണ്ടിന്റെയും ടോട്ടൽ നമ്പർ. ആൻഡ് ദ എമൗണ്ട് ഓഫ് മണി വിത്ത് ഹെർ ഈസ് 75. അതായത് 1 രൂപയുടെ എക്സ് കോയിൻസ് പ്ലസ് 2 രൂപയുടെ വൈ കോയിൻസ്. അപ്പൊ 2y is equal to 75. ഇത് സെക്കൻഡ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ അവളുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്കിത് ഡയറക്റ്റ് സാധാരണ ഇക്വേഷൻ സോൾവ് ചെയ്യണ പോലെ എലിമിനേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാലോ. മൈനസ് 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 ചെയ്യുക, കട്ട് ചെയ്യുക. മൈനസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് 25. അപ്പൊ വൈയുടെ വാല്യൂ 25 കിട്ടി. അതുപോലെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 50 വൈയുടെ വാല്യൂ 25 കൊടുക്കാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 50 മൈനസ് 25 25. അപ്പോൾ 25 ആൻഡ് 25 ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് വൺ. ദ ഫാദേഴ്സ് ഏജ് ഈസ് 6 times ദാറ്റ് ഓഫ് ഹിസ് സൺ. ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫാദറിന്റെയും സണ്ണിന്റെയും ആരുടെ വെച്ചിട്ടാണ് ആരുടെ കമ്പയർ ചെയ്തേക്കുന്നത്? മോന്റെ വെച്ചിട്ടാണ് അച്ഛന്റെ കമ്പയർ ചെയ്തത്. അപ്പൊ മോന്റെ എക്സും അച്ഛന്റെ വൈയുമായിട്ട് എടുക്കുക. എന്ത്? പ്രസന്റേജ്. 4 years hence എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും ഏജ് 4 years കഴിയുമ്പോൾ y പ്ലസ് 4ഉം എക്സ് പ്ലസ് 4ഉം ആകും. അപ്പൊ എന്താ പറഞ്ഞേക്കണത്? ഇപ്പൊ ആദ്യത്തെ കേസിൽ പറഞ്ഞു y is equal to 6x, 6 times എന്ന് പറഞ്ഞു ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡിൽ എന്താ പറഞ്ഞത്? 4 years hence the age of the father will be 4 times his son's age. അതായത് 4 വർഷം കഴിയുമ്പോൾ ഏജ് എന്ന് പറയുമ്പോൾ അപ്പോഴുള്ള മോന്റെ ഏജിന്റെ 4 times അല്ലെ? അപ്പൊ ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ ആക്കി എടുക്കാമല്ലോ. ഈക്വൽ ടു 4 into x plus 4 into 4 16. വൈയും എക്സും ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് നമ്പർ അങ്ങോട്ട് കൊണ്ടുപോകാം. 16 മൈനസ് 4 12y. സെക്കൻഡ് ഇക്വേഷൻ ആയി. ഇനി ഒരു കാര്യം ചെയ്യാം. ഇത് എലിമിനേഷൻ മെത്തേഡ് ചെയ്യുന്നതിനേക്കാളും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്താൽ മതി. വൈയുടെ സ്ഥാനത്ത് 6x ഇട്ട് കൊടുത്താൽ മതി അല്ലെ? 2 in 1 ഇട്ട് കൊടുത്താൽ മതി. സോറി 1 in 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 6x minus 4x is equal to 12. 2x is equal to 12. x is equal to 12 by 2 6 ആയി. ഇനി y കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. 6 into 6 36. ഓക്കെ, അപ്പൊ ഏതാണ് ഓപ്ഷൻ വരുന്നത്? 6 and 36. യെസ്, ഓപ്ഷൻ സി. ഇനി തേർഡ് വൺ നോക്കാം. ഇൻ ദ ഫിഗർ ABCD is a pentagon. BE parallel to CD. BC parallel to DE. ഇനി എന്താ പറഞ്ഞേക്കണത്? നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. AB 5 ആണ് തന്നിട്ടുണ്ട്. AE 5 ആണ് തന്നിട്ടുണ്ട്. BE 7, BC x minus y എന്ന് തന്നിട്ടുണ്ട്. BC x minus y. ഇതല്ല, BC ആണ് x minus y തന്നേക്കുന്നത്. ഇനി CD x plus y തന്നിട്ടുണ്ട്. ഇനി ടോട്ടൽ, അതായത് ABCDE is equal to 27. അതിന്റെ പെരിമീറ്റർ, അതായത് ചുറ്റും എന്ന് തുടങ്ങി തിരിച്ച് എയിൽ വരെ എത്തണത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? AB plus BC plus CD plus DE plus EA is equal to 27. നമുക്ക് അറിയാവുന്ന വാല്യൂസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് 5 ആണ്. പ്ലസ് BCയുടെ x മൈനസ് 5 പ്ലസ് CD x പ്ലസ് വൈ പ്ലസ് EDയും ഇതും പാരലൽ ആയതുകൊണ്ട് ഇതും പാരലൽ, ഇതും ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയി കഴിഞ്ഞാൽ ഇതൊരു പാരലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. അപ്പൊ x മൈനസ് വൈ പ്ലസ് AE എന്ന് പറഞ്ഞാല് എത്രയാ? 5 is equal to 27. 5 plus 5 10 ആയി. പ്ലസ് നമുക്കിവിടെ ഇത് 7 ആണെന്നറിയാം. എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് നമ്മൾ എക്സ് പ്ലസ് വൈ ഇടണ്ട, 7 എഴുതാം. അപ്പോ 10 plus 7 75 plus 7 plus 5 17 plus 2x ഉണ്ട് അല്ലെ? 2x minus 2y
is equal to 27. ഈ 17 ഇങ്ങോട്ട് കൊണ്ടുവരാം. 2x minus 2y is equal to 27 minus 17 is equal to 10. അപ്പോൾ x minus y is equal to ഈ 2 കോമൺ എടുക്കുമ്പോൾ x minus y ആയി വേണമെങ്കിൽ സ്റ്റെപ്പ് ഓക്കെ x minus y is equal to 5. അപ്പോൾ x plus y x plus y is equal to 7 ഉണ്ട്. ഒരു സെക്കൻഡ് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. x plus y is equal to 7 x minus y is equal to 5. നമുക്കിവിടെ എലിമിനേഷൻ മെത്തേഡ് വെച്ച് ഇത് കട്ട് ചെയ്ത് കളയാം. 2x is equal to 12y x is equal to 6. നമുക്ക് എന്താണ് ഇവിടെ വേണ്ടത്? ഓക്കെ, ഇത് പെരിമീറ്റർ ആണെങ്കിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ ആണ് നമുക്ക് ഇവിടെ വേണ്ടത് അല്ലെ. അപ്പോൾ ഇത് x 6 എന്ന് കിട്ടി. വൈയുടെ വാല്യൂ എത്രയായിരിക്കും? ഒരെണ്ണം ഒരു സെക്കൻഡ് ഓക്കെ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ x plus y is equal to 7. 6 plus y is equal to 7. അപ്പോൾ y എത്രയായിരിക്കും? 7 minus 6 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 6 and 1 ആയിരിക്കും ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കി. ദ പോപ്പുലേഷൻ ഓഫ് എ വില്ലേജ് ഈസ് 5000. അപ്പോൾ പോപ്പുലേഷൻ ഓഫ് വില്ലേജ് ഈസ് 5000 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇൻ ദ ഇയർ, അപ്പോൾ 5000 എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽസ് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ് ആയിരിക്കും അല്ലെ. ഇനി ഫീമെയിൽസിന്റെ നമ്മൾ y ആയിട്ടും മെയിൽസിന്റെ x ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 5% ഇൻക്രീസ് ചെയ്തു മെയിൽസ്. അപ്പോൾ 105 by 100 x ആയി. പ്ലസ് ഫീമെയിൽസിന്റെ 103 by 100. 3% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 103 by 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? എത്ര ഉണ്ടായിരുന്നു? 52029. ഓക്കെ, ഇനി നമുക്ക് ഈ 100 സെയിം ഡിനോമിനേറ്റർ ആക്കി ഇത് ആഡ് ചെയ്താലോ. അപ്പോൾ 105x പ്ലസ് 103y by 100 is equal to 5202 ആണ് അല്ലെ. നമുക്ക് ഈ 100 അങ്ങോട്ട് കൊണ്ടുപോകാം. 105x plus 103y is equal to 520200. ഇനി ഈ ഇക്വേഷൻ നമുക്ക് ഇതിന്റെ താഴെ എഴുതാം. is equal to 5000. സെയിം ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി, സെയിം കോഎഫിഷ്യന്റ് ആക്കാൻ വേണ്ടി ഈ ഇതിനെ കംപ്ലീറ്റ് നമ്മൾ 105 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ ഇത് 105, ഇവിടെയും 105 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ചെയ്യുമ്പോൾ 105 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 52500 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ എന്തായി? ഏതെങ്കിലും ഒരെണ്ണത്തിനെ കട്ട് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ചെയ്തു. ഇത് കട്ടായി. ഇനി ഇവിടെ ബാക്കി -2y is equal to, ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങോട്ട് മൈനസ് ചെയ്യുമ്പോൾ 0 0 8 12 മൈനസ് ചെയ്യുമ്പോൾ 4 കിട്ടും. അപ്പോൾ y എത്രയായി? മൈനസ് അതിനുണ്ട്. ഇവിടെ വലുതിന്ന് ചെറുതാണ് മൈനസ് ചെയ്യേണ്ടത്, അത് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ -4800 by 2 എന്ന് പറയുമ്പോൾ പ്ലസ് 2400 ആയി. ഓക്കെ, ഇനി എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ x plus y is equal to 5000 ആയിരുന്നു. അതിൽ നമുക്ക് ഏത് y is equal to 2400 കിട്ടി. അപ്പൊ x is equal to 5000 നിന്നും 2400 കുറയ്ക്കുമ്പോൾ 2600 ആയിരിക്കും കിട്ടുക. അപ്പോൾ പോപ്പുലേഷൻ ഏതായിരുന്നു? സോറി, മെയിലിന്റെ നമ്പർ എത്രയാ? 2400, ഫീമെയിൽസ് 2600. ഓക്കെ, നെക്സ്റ്റ് വൺ. A man can row a boat downstream 20 kilometer in 2 hours and upstream. അപ്പോൾ നമുക്കത് എടുത്തെഴുതാം. ഡൗൺസ്ട്രീം നമ്മൾ സാധാരണ x പ്ലസ് വൈ, അതായത് എക്സ് സ്പീഡ് ഓഫ് ബോട്ടും y സ്പീഡ് ഓഫ് സ്ട്രീമും ആണ്. അപ്സ്ട്രീം എന്ന് പറയുമ്പോഴോ x മൈനസ് വൈ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് 20 കിലോമീറ്റേഴ്സ് ഡൗൺ സ്ട്രീം
20 കിലോമീറ്റർ ഇൻ 2 hours. നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് അല്ലെ. അപ്പോൾ 10 കിലോമീറ്റർ പെർ ഹവർ ആണ് എന്ത് ഡൗൺ സ്ട്രീം സ്പീഡ്. ഇനി അപ്സ്ട്രീം സ്പീഡോ 4 കിലോമീറ്റർ ബൈ 2, അതായത് 2 കിലോമീറ്റർ പെർ ഹവർ. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10ഉം എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ. ഇവിടത്തെ ക്വസ്റ്റ്യൻ സ്റ്റിൽ വാട്ടറിലെയും സ്ട്രീമിലെയും എന്താണ് സ്പീഡാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇസ് ഈക്വൽ ടു 2. ഇത് വെറുതെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ പോരെ. 2x ഇസ് ഈക്വൽ ടു 12, എക്സ് ഇസ് ഈക്വൽ ടു 6. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടി. ഇനി y എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്ത് 6 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10, y is equal to 10 minus 6, 4. ഓക്കെ, അപ്പോൾ ആദ്യത്തേതിന്റെ ആൻസർ എന്താണ്? 6 കിലോമീറ്റർ പെർ ഹവറും ഇതിന്റെ 4 കിലോമീറ്റർ പെർ ഹവറും. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ റേഷ്യോ ഓഫ് ഇൻകംസ് ഓഫ് റാം ആൻഡ് ശ്യാം. ഇൻകംസ് റാം ഈസ് ടു ശ്യാം ഇസ് ഈക്വൽ ടു 11:7. നമ്മൾ ഈസ്റ്റ് വരുമ്പോൾ ഒരു കാര്യം ചെയ്യുക, 11xും 7xും ആയിട്ട് നമ്മൾ എടുക്കും. ഇനി റേഷ്യോ ഓഫ് ദ എക്സ്പെൻഡിച്ചർ. നമുക്കറിയാം ഇൻകം എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂടിയതാ. അതിന്റെ റേഷ്യോ 9:5. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 9y-ഉം 5y-ഉമായിട്ട് എടുക്കാം. സേവിങ്സ് എത്രയായിരിക്കും? അപ്പോ ഇത് രണ്ടിന്റെയും ഡിഫറൻസ് ഇവിടെ എന്താണ്? ഈച്ച് ഓഫ് ദം മാനേജ് ടു സേവ് 400 പെർ മന്ത്. അതായത് ഇൻകമിന്ന് എക്സ്പെൻഡിച്ചർ കുറക്കും. നമുക്ക് കിട്ടിയതിൽ നിന്ന് നമ്മൾ സ്പെൻഡ് ചെയ്തത് കുറച്ചാലാണ് നമുക്ക് സേവിങ്സ് കിട്ടുക അല്ലെ. 9y is equal to 400. അതുപോലെ 7x minus 5y is equal to 400. രണ്ടുപേരുടെയും സേവിങ്സ് 400 എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കത് വീണ്ടും എടുത്ത് എഴുതാം. 11x minus 9y is equal to 400. അതുപോലെ 7x minus 5y. 7x minus 5y is equal to 400. ഇനി നമുക്ക് ഇതിനെ സെയിം കോഎഫിഷ്യന്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇൻറ്റു 7 ഇൻറ്റു 11 ചെയ്യും. അപ്പോൾ ഇത് 77x minus 63y is equal to 2800. താഴെ 77x minus 55y is equal to 11 into എന്ന് പറയുമ്പോൾ 4400. ഓക്കെ, നമുക്ക് സെയിം ഇത് കട്ട് ചെയ്ത് കളയാം. മൈനസ് ആക്കി പ്ലസ് ആക്കി മൈനസ് ആക്കി ഇത് കട്ട് ചെയ്തു. മൈനസ് 63 മൈനസ് 8y is equal to 1 മൈനസ് 1600. വലുതീന്നാണ്ടോ ചെറുത് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ y is equal to എത്രയായി? മൈനസ് 1600 ബൈ മൈനസ് 2. അപ്പോൾ 200 എന്ന് കിട്ടി. നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ പോരാ, മറ്റേതും കൂടി വേണം അല്ലെ. അപ്പോൾ ഇതിന്റെ നമുക്ക് 200 കിട്ടി. എക്സും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 11x minus 9y is equal to 400. ആ ഇക്വേഷനിൽ നമുക്ക് ഇട്ട് നോക്കാം. ഇനി അപ്പോൾ 11x minus 9 into 200 1800 is equal to 400. 11x is equal to 1800 ഇവിടെ വരുമ്പോൾ 2200 ആയി. x is equal to 2200 പറയുമ്പോൾ 200 ആയിരിക്കും. അപ്പൊ എക്സിന്റെയും വൈയുടെയും വാല്യൂ എത്രയായി? 200 വെച്ചായി. നമ്മളോട് എന്തെവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? മന്ത്ലി ഇൻകം ഓഫ് റാം. മന്ത്ലി ഇൻകം 11 ഇൻറ്റു എക്സും 7 ഇൻറ്റു എക്സും ആണ് അല്ലെ. റാമിന്റെ എത്രയാ? 11 ഇൻറ്റു എക്സ് ആയിരിക്കും. റാമിന്റെ ആണ് ചോദിച്ചേക്കുന്നത്. 11 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 2200 ആയിരിക്കും. ഓക്കെ, യെസ്. മന്ത്ലി ഇൻകം ഓഫ് ശ്യാം. ശ്യാമിന്റെ എന്ന് പറയുമ്പോൾ 7x. അപ്പോൾ 7 ഇൻറ്റു 200 1400. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 points A and B are 150 കിലോമീറ്റർ അപ്പാർട്ട്. എ എന്ന് പറഞ്ഞതും ബി എന്ന് പറഞ്ഞതും ഒരു ഹൈവേയിൽ 150 കിലോമീറ്റർ ദൂരത്താണുള്ളത്. 2 cars starts from A and B at the same time. If they move in the same direction, they meet in 15
15 hours. രണ്ടും ഒരേ ഡയറക്ഷനിലോട്ട് പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്പീഡ് എക്സ് ആയിട്ടും ഇതിന്റെ സ്പീഡ് വൈ ആയിട്ടും എടുക്കാം. അപ്പൊ 15 ഹവേഴ്സ് കഴിഞ്ഞിട്ട് ഇവർ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ടൈം നമ്മൾ 15 ഹവേഴ്സ് എന്ന് പറയുമ്പോൾ 15 ടൈം ആണ് അല്ലെ. രണ്ടും 15 ഹവേഴ്സ് കഴിയുമ്പോൾ മീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ടൈം ഇൻറ്റു സ്പീഡ് ആണ് ഡിസ്റ്റൻസ്. അപ്പൊ അവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാ? 15x. ഇവരോ 15y. ഇനി എന്ന് ശ്രദ്ധിക്കുക, സെയിം ഡയറക്ഷൻ ആണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതെന്ന് പറയുമ്പോ 115x എന്ന് പറയുമ്പോ 150യിൽ നിന്നും ട്രാവൽ ചെയ്ത ബി 15y കഴിഞ്ഞിട്ടല്ലേ 150യിൽ നിന്നും ട്രാവൽ ചെയ്ത് 15y ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴാണ് 15x അവിടെ എത്തണത്. അപ്പൊ അതായത് 15x എന്ന് വെച്ചാൽ 150 പ്ലസ് 15y ആണ്. അപ്പൊ 15x മൈനസ് 15y ഈസ് ഈക്വൽ ടു 150. ഇവിടെ കോമൺ 15 എടുക്കാം. x minus y is equal to 150. x minus y is equal to 150 by 15, 10. First equation ആയി. ഇനി എന്താ സെക്കൻഡ് ഇത് പറഞ്ഞേക്കണത്? But if they move in opposite direction, they meet in 1 hour. അതായത് എയും ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇതിങ്ങോട്ടും വരണം ഇതിങ്ങോട്ടും വരണം, അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴും നമ്മൾ ഇതിന്റെ സ്പീഡ് എക്സും ഇതിന്റെ വൈയും ആണെങ്കിൽ എക്സ് 1 മണിക്കൂറിൽ എ ട്രാവൽ ചെയ്യണത് x കിലോമീറ്റർ പ്ലസ് 1 മണിക്കൂറിൽ y കിലോമീറ്റർ. അപ്പൊ എത്ര ബി ട്രാവൽ ചെയ്യുന്നത്? y കിലോമീറ്റർ. രണ്ടും കൂട്ടിയാൽ എന്ത് വന്നാലും ഇവർ വന്ന് മീറ്റ് ചെയ്യണമെങ്കിൽ രണ്ടിന്റെയും ഡിസ്റ്റൻസ് കൂട്ടിയാൽ 150 ആണ് അല്ലെ. സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് രണ്ടും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് സ്പീഡ് ഓഫ് കാർ എയും സ്പീഡ് ഓഫ് കാർ ബിയും കിട്ടിക്കൂടെ? എക്സും വൈയും അല്ലേ നമ്മൾ അത് എടുത്തേക്കണത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ രണ്ട് ഇക്വേഷൻ താഴെ എഴുതാം. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 150. നമ്മൾ മൈനസ് വൈയും പ്ലസ് വൈയും കട്ട് ചെയ്തു. 2x is equal to 160, x is equal to 80. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇതിന്റെ കിട്ടി 80 കിലോമീറ്റർ. എയുടെ കിട്ടി, എയുടെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്, അത് നമുക്ക് 80 എന്ന് കിട്ടി. ഇനി y കിട്ടണം അല്ലെ. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10. എക്സിന്റെ വാല്യൂ ഇവിടെ 80 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10 മൈനസ് 80 മൈനസ് 70. ഇതും കട്ട് ചെയ്തു. y ഈസ് ഈക്വൽ ടു 70. അപ്പൊ ബിയുടെ എത്രയായി? 70. ഇത്രേ ഉള്ളൂ. ഓക്കെ, next one. The area of a rectangle gets reduced by 9 square units. സാധാരണ എക്സ് വൈ ആയിട്ട് എടുക്കുക. എക്സ് ലെങ്ത്തും വൈ ബ്രെഡ്ത്തും ആണെങ്കിൽ എക്സ് വൈ ആണ് ഏരിയ വരാം അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് വൈ ഇസ് ഈക്വൽ -9 ആകും. എപ്പോ? എന്ത് കണ്ടീഷൻ ഇവിടെ പറഞ്ഞേക്കണത്? ഇവിടെ എക്സ് വൈ ആണെങ്കിൽ എക്സ് ലെങ്ത്തും വൈ ബ്രെഡ്ത്തും. ഇവിടെ എന്താ പറയുക? ലെങ്ത് ഈസ് റെഡ്യൂസ്ഡ് ടു 5 ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 3. ഈ രണ്ട് കണ്ടീഷൻ വരുമ്പോഴാണ് എക്സ് വൈ -9 ആവണത് അല്ലെ. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു എക്സ് വൈ -9 ശരിയല്ലേ. ഇനി ഇത് ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പോൾ എന്താ? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 3 3x minus 5 into y 5y minus 5 into the 15 is equal to xy minus 9. xy ഉം കട്ട് ചെയ്തു. ഈ xy ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. സോ ഇനി 3x minus 5y is equal to -9 plus 15. അപ്പോൾ is equal to 6. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആക്കി നമുക്ക് വെക്കാം. ഇനി സെക്കൻഡിൽ എന്താ പറയുന്നത്? ഏരിയ ഈസ് ഇൻക്രീസ്ഡ് ബൈ 67. അപ്പോ എക്സ് വൈ പ്ലസ് 67 എപ്പോൾ? ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ, ലെങ്ത് എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 2. രണ്ടും ഇവിടെ ഇൻക്രീസ് ആണ് അല്ലെ. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് വൈ പ്ലസ് 2x x into y plus 2 into x plus 3 into y plus 3 into 2 6. ഓക്കെ, ഇവിടത്തെ എക്സ് വൈയും ഈ എക്സ് വൈയും കട്ട് ചെയ്തൂടെ? ബാക്കിയുള്ളത് എന്താണ്? 2x plus 3y is equal to ഇപ്പുറത്തെ 67 minus 6 എന്ന് പറയുമ്പോൾ
61. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷനും എഴുതി സോൾവ് ചെയ്യാം. നമ്മൾ ആ ഇക്വേഷൻ എടുത്ത് എഴുതുമ്പോൾ എത്രയായി? 3x minus 5y is equal to 6. അതുപോലെ 2x plus 3y is equal to 61. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ ഇൻറ്റു 2 ചെയ്യാം, ഇതിനെ ഇൻറ്റു 3 ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് കട്ട് ചെയ്ത് കളയാൻ. 6x minus 10y is equal to 2 into 6 12. 3 into 2 6x plus 3 into 3 9y is equal to 61 into എന്ന് പറയുമ്പോൾ 183. ഇനി നമുക്ക് മൈനസ് അപ്ലൈ ചെയ്യാം. ഇത് കട്ടായി. മൈനസ് 19y is equal to minus 171. y is equal to minus 171 by minus 19. അപ്പോൾ 9 9 81 വരും. ഇത് 9 വരും. is equal to 9. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ അത് ഇട്ട് കൊടുക്കാം. 3x minus 5 into എന്ന് പറയുമ്പോൾ 45 is equal to 6. 3x is equal to 45 plus 6 എന്ന് പറയുമ്പോൾ 51. x is equal to 51 by 3 ആകുമ്പോൾ 121 ആകുമ്പോൾ 7. 17 and 9 ആയിരിക്കും ആൻസർ. അപ്പോൾ നമ്മളോട് എന്താ പെരിമീറ്റർ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു 9 പ്ലസ് 17, അതായത് 2 ഇൻറ്റു 26 52 ആയിരിക്കും ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, എ ഫ്രാക്ഷൻ ബിക്കംസ് 9 by 11 if 2 is, നമ്മൾ x by y ആണ് നമ്മുടെ ഫ്രാക്ഷൻ എങ്കിൽ x by y 2 is added to both the numerator and denominator, 9 by 11 കിട്ടും. അതുപോലെ 3 is added to both the denominator and numerator, we get 5 by 6. ഇനി നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 11x plus 22 is equal to 9y plus 18. 11x minus 9y is equal to 18 minus 22. 11x minus 9y is equal to minus 4. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി കീപ്പ് ചെയ്യാം. ഇത് ക്രോസ് ചെയ്യുമ്പോൾ 6x plus 18 is equal to 5y plus 15. 6x minus 5y is equal to 15 minus 18 is equal to minus 3. ഇനി ഇത് രണ്ടും താഴെ താഴെ എഴുതിയിട്ട് നമുക്കത് സോൾവ് ചെയ്യാം. അപ്പോൾ 11x minus 9y is equal to minus 4 and 6x minus 5y is equal to minus 3. സെയിം ഇതാക്കാനായിട്ട് ഇവിടെ ഇൻറ്റു 6 ചെയ്യുന്നു, ഇവിടെ ഇൻറ്റു 11 ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 66x minus 6 9 54y is equal to minus 24. 66x minus 55y is equal to, ഇത് ചെയ്യുമ്പോൾ മൈനസ് 33. ഓക്കെ, ഇനി നമുക്കിത് അങ്ങോട്ട് എടുത്തെഴുതാം. 66x minus 54y is equal to minus 24 and 66x minus 55y is equal to minus 33. ഓക്കെ, നമുക്ക് മൈനസ് അപ്ലൈ ചെയ്ത് കട്ട് ചെയ്ത് കളയാനായിട്ട് 66ഉം ഇതും കട്ട് ചെയ്തു. y is equal to 9 ആയി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അതിട്ട് കൊടുക്കാം. നേരത്തെ ചെറിയ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നതായിരിക്കും എളുപ്പം. ഇതിൽ ഏതെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ 6x minus 5y is equal to എത്ര കിട്ടും? മൈനസ് 3 ആയിരുന്നു. അപ്പോൾ 6x minus 45 is equal to minus 3. അപ്പോൾ 6x is equal to minus 3 plus 45 എന്ന് പറയുമ്പോൾ 42. x is equal to 7 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂം വൈയുടെ വാല്യൂം നമുക്ക് കിട്ടി. നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓപ്ഷൻ എന്തായിരുന്നു? സോറി, ഫ്രാക്ഷൻ എന്തായിരുന്നു അല്ലെ? 7/9 ആയിരിക്കും ആൻസർ. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മോട്ടോർ ബോട്ട് ക്യാൻ ട്രാവൽ 30 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 28 കിലോമീറ്റർ ഡൗൺ സ്ട്രീം. എന്താ പറഞ്ഞേക്കുന്നത്? 30 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 28 കിലോമീറ്റർ ഡൗൺ സ്ട്രീം in 7 hours, 7 മണിക്കൂർ കൊണ്ട്. It can travel 21 kilometer upstream and return എന്ന് പറയുമ്പോൾ downstream, 21 kilometer downstream in 5 hours. ഇത്രയുമാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ബോട്ടും സ്പീഡ് ഓഫ് സ്ട്രീമും ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കറിയാം ടൈം ആണ് ഇവിടെ തന്നേക്കുന്നത്. ടൈം എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അല്ലെ. അപ്പോൾ നമുക്കറിയാം അപ്സ്ട്രീം സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈയും ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈയും ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? അപ്പൊ നമുക്ക് ആ ഇതിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം. ആ വാല്യൂസ് നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. അപ്പൊ 30 കിലോമീറ്റർ അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ 30 ബൈ എക്സ് മൈനസ് വൈ, അതായത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, പ്ലസ് 28 കിലോമീറ്റർ ഡൗൺ സ്ട്രീം 28 ബൈ എക്സ് പ്ലസ് വൈ is equal to 7. ഇനി അടുത്തത് 21 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 21 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഈക്വൽ ടു 5. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സ് മൈനസ് വൈയും ഇതിപ്പോ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു യുവും 1 ബൈ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു വിയുമായിട്ട് എടുക്കും. എന്നിട്ട് 30u പ്ലസ് 28v ഇസ് ഈക്വൽ ടു 7, 21u പ്ലസ് 21v is equal to 5. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ടൈം കളയാതിരിക്കാൻ ഞാൻ ഇതിന്റെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് യുടെ വാല്യൂ 1/6ഉം വിയുടെ വാല്യൂ 1/14ഉം കിട്ടും. ഇത് ചെയ്തു വരുമ്പോൾ ഇച്ചിരിയും കൂടി പകുതി പേജും കൂടി പോകും. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ ഇങ്ങനെ ആൻസർ എഴുതി വെച്ചേക്കണത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? 1/x മൈനസ് വൈ ആണ് യു. അപ്പൊ ഇതെന്താണ്? എക്സ് മൈനസ് വൈ ആണ് 6 വരാ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 14. ഒരു സ്റ്റെപ്പ് വീണ്ടും കൂടും അല്ലെ. വൈയും കട്ട് ചെയ്തു. 2x ഇസ് ഈക്വൽ ടു 20, എക്സ് ഇസ് ഈക്വൽ ടു 10. ഇനി ഇവിടെ എക്സ് ഇട്ട് കൊടുക്കുക. എക്സിന്റെ വാല്യൂ 10 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 6, മൈനസ് വൈ ഈസ് ഈക്വൽ ടു 6 മൈനസ് 10 മൈനസ് 4. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 4ഉം എക്സ് ഇസ് ഈക്വൽ ടു 10ഉമായി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരുന്നു ഓപ്ഷൻ? ഫസ്റ്റ് വണ്ണില് x is equal to 10ഉം y is equal to 4. അപ്പോൾ x is equal to 10 kilometer per hour, y is equal to 4 kilometer per hour. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ലപോലെ ചെയ്തു പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.